അമ്മന്റെ കൊച്ചു മോണാക്ടിലേക്ക് സ്വാഗതം. അമ്മേന്റെ ബെൽറ്റ് എവിടെ? അതവിടെ എടുത്തിട്ട് പോയി സ്കൂളിൽ പോവാൻ നോക്ക്. ബായ് അമ്മേ. ബായ് അച്ഛാ. ബായ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്ക്. എല്ലാരും ഒന്ന് സന്തോഷത്തിലാണല്ലോ. നിങ്ങൾ വെക്കേഷൻ എവിടെയൊക്കെ പോയി? ഓരോരുത്തരായിട്ട് പറയും. ടീച്ചർ, ഞാൻ ബീച്ചിൽ പോയി ഒരുപാട് കളിച്ചു. ടീച്ചർ, ഞാൻ സൂയിൽ പോയി ഒരുപാട് മൃഗങ്ങളെ കണ്ടു. അല്ല, അപ്പുക്കുട്ടൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ അമ്മ എന്നെ എവിടെയും കൊണ്ടുപോയില്ല. സാരമില്ല കേട്ടോ, നമുക്ക് സ്കൂളിൽ ട്രിപ്പ് പോകുമ്പോ അപ്പൂനെയും കൂടി കൊണ്ടുപോവാം കേട്ടോ. അമ്മേ, വിശക്കുന്നു. അവരായിട്ട് ബിസ്ക്കറ്റും പാലും കൊണ്ട് പോയിട്ട് കഴിക്കാൻ നോക്കും. ഇന്നും ബിസ്ക്കറ്റും പാലോ? അപ്പുറത്ത് മാന്റെ വീട്ടിൽ എന്തൊക്കെ പലഹാരങ്ങളാണ് അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്റെ അമ്മ എനിക്ക് ഒന്നും ഉണ്ടാക്കി തരാറില്ല. വേണമെങ്കിൽ എടുത്ത് പോയി കഴിക്കാൻ നോക്കടാ. അമ്മേ, കുറച്ചു നേരം മൊബൈൽ തരുമോ? കുറച്ചു നേരം മതി, കാർട്ടൂൺ കാണാനാ. കാർട്ടൂൺ പോയി പഠിക്കാൻ നോക്ക്. ഇത് അപ്പൂന്റെ ടീച്ചറാണല്ലോ. ആ, ഹലോ. നാളെയോ? ഞങ്ങൾ നീ എന്തോടെ അവിടെ കുരുത്തിക്കേട് കാണിച്ചത്? ഞാനൊന്നും ചെയ്യില്ലമ്മേ. നിന്റെ ടീച്ചറെ വിളിച്ചേ. ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ ചെല്ലണം സ്കൂളിലോട്ട്. നിന്റെ അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ ഒരു ബഹളം? ആ, നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ കുഞ്ഞാരമ്മ അവിടെ കുരുത്തക്കേട് കാണിച്ചെന്ന് തോന്നുന്നു. അവന്റെ ടീച്ചറെ പോ വിളിച്ചേ. നാളെ നമ്മൾ രണ്ടുപേരും കൂടി സ്കൂളിലോട്ട് ചെല്ലണമെന്ന്. എന്താണ് നീ അവിടെ കുരുത്തക്കേട് കാണിച്ചത്? ഞാനൊന്നും ചെയ്യില്ല. ഈ അമ്മ വെറുതെ പറയുന്നയാ. വെറുതെ പറഞ്ഞിട്ടാണോടാ നിന്റെ ടീച്ചറെ പോ വിളിച്ചത്? ആ, എന്തായാലും നാളെ ആവട്ടെ. ആ ടീച്ചർ, ഞങ്ങൾ അപ്പൂന്റെ പേരൻസ് അല്ലേ? വൈദ്യു. എന്താ ടീച്ചർ, അവൻ വല്ല കുഴപ്പമില്ല കാണിച്ചോ? ഇല്ല. നിങ്ങളെ വിളിപ്പിക്കാനുള്ള കാരണം, ഇന്നലെ ഞാൻ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാവാൻ ഇഷ്ടം? ചില പറഞ്ഞു ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്, പട്ടാളം, അങ്ങനെ പലതും. പക്ഷെ അപ്പൂന്റെ ആ വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താ ടീച്ചർ, അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് അവന് അവന്റെ അമ്മയുടെ മൊബൈൽ ഫോൺ ആയിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അപ്പോൾ എൻ്റെ അമ്മ എന്നെ എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുമല്ലോ, അതുകൊണ്ടായിരുന്നു. എന്നിട്ട് മോന് വേണ്ടി ടീച്ചർ അവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? ആ, കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ശരി ടീച്ചർ. അപ്പൂന്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഇന്ന് പല കുട്ടികൾക്കും നേരിടേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. കുറച്ചേറെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുന്നു. എൻ്റെ കൊച്ചു മോണാക്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.